ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. സമയം രാവിലെ 4:50. അത് ക്ലോക്കിൽ തന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം എഴുന്നേറ്റ് ചിയ സീഡ് കുതിർക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നു. അതെൻ്റെ സ്ഥിരം ഒരു റുട്ടീനാണ് കേട്ടോ. അപ്പം അതെല്ലാം എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് തിങ് പറയാനായിട്ട് വേറൊന്നുമില്ല. ആദ്യം കിച്ചണിൽ വന്ന് അതാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ചിങ്ങം 1. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നല്ലതായിരിക്കട്ടെ, നല്ല ഹാപ്പിനെസ്സും സമാധാനവും ഒക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണല്ലോ. മനസ്സമാധാനം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം താനേ വന്നോളൂ അല്ലേ. അപ്പം ഞാൻ എൻ്റെ എക്സസൈസും എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നാച്ചുറലി സമയവും അതിനനുസരിച്ച് എല്ലാം കുറച്ച് കൂടുതൽ സമയം എക്സ്ട്രാ കിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പം ചിങ്ങം ഒന്നായതുകൊണ്ട് തന്നെ രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ യൂഷ്വൽ രാവിലത്തെ കുളിയില്ലെന്നല്ല, രാവിലെ കുളിക്കാറില്ല. ഉച്ച കഴിഞ്ഞേ ഉള്ളൂ കുളി. അപ്പം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. അല്ലെങ്കിൽ മുരളിയേട്ടനാണ് രാവിലെ വിളക്ക് കത്തിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു ഓണം സ്പെഷ്യൽ പായസം കാണിച്ചു തരാം. ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം, ഓണം റെസിപ്പീസൊക്കെ ഇടണ്ടേ. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. കാരമലൈസ്ഡ് പൈനാപ്പിൾ പായസമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യാണ്. പായസത്തിൽ എങ്ങനെ നിങ്ങൾക്ക് പൈനാപ്പിൾ കിടക്കണോ അങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പം ഞാൻ 2 ലിറ്റർ പാലിന് വേണ്ടിയിട്ടാണ് ഒരു പൈനാപ്പിൾ എടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ചെറിയ പൈനാപ്പിൾ എടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 2 പൈനാപ്പിൾ എടുക്കാം. 2 ലിറ്റർ പാലിന് 1 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ അല്ലെങ്കിൽ ഒരു ചെറിയ പൈനാപ്പിൾ ആയാലും മതി. അതിനിടയ്ക്ക് ഞാൻ പുതിയ നെയ്യ് മേടിച്ചൊന്ന് പാത്രത്തിലാക്കിയതാണ് അവിടെ ഇടയ്ക്കാണ്ട്. ഇത് പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അവയിൽ വിളയിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതും ഒരു ഓണം സ്പെഷ്യൽ വിഭവം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവയിൽ വിളയിച്ചതിൻ്റെ കൂടെ ഞാൻ ഏത്തപ്പഴവും കൂടെ ഒന്ന് വഴറ്റി ചേർക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒരു ഏത്തപ്പഴത്തിനെ നടുക്കൂടെ മുറിച്ചിട്ട് ഒന്ന് 2ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഏത്തപ്പഴം വെന്ത് വരുന്നത് വരെ നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നു. അപ്പം അവൽ വിളയിച്ചത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണ്. അപ്പം ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു ഇതും കൂടെ ടേസ്റ്റും കൂടെ വരുമല്ലോ. അപ്പോൾ ഏത്തപ്പഴം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലോട്ട് തന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത് ചേർത്തു. അപ്പം ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ അവൽ 1 കപ്പ് അവലാണ് എടുക്കുന്നത് കേട്ടോ. ആ 1 കപ്പ് അവൽ ഇതിന് ഫിക്സഡ് ക്വാണ്ടിറ്റി ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് അളവൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കാണിക്കുമ്പം അളവൊന്ന് പറയണ്ട, അതിന് അളവൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നതാണ് നല്ലത്. അപ്പം 2 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത്, എള്ളൊക്കെ നല്ല ഗുണമുള്ള സംഭവമാണ് കേട്ടോ. ഞാൻ അന്നും മറ്റേ മരുന്നുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞല്ലോ. അപ്പം എള്ളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് പിന്നെ ഞാൻ ശർക്കരയ്ക്ക് പകരം ഞാൻ എപ്പോഴും കരിപ്പെട്ടി ഉരുക്കിയതാണ് ചേർക്കുന്നത്. അപ്പോൾ ശർക്കരയെക്കാളും കുറച്ചുകൂടി ഗുണം എപ്പോഴും കരിപ്പെട്ടിക്കാണ്. അത് ഞാൻ എപ്പോഴും ഉരുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ എന്തെങ്കിലും ഇതേപോലെ ഉണ്ടാക്കുമ്പം വേഗം എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അപ്പം കരിപ്പെട്ടി എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അങ്ങ് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ഉരുക്കി വെച്ച കരിപ്പെട്ടി ഒഴിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ കറക്റ്റ് 1/2 കപ്പ് ഉരുക്കിയ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം പിന്നെ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് നോക്കുക. മധുരം ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഒരു 1/2 കപ്പ് ഉരുക്കിയ കരിപ്പെട്ടിയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി ഒരു നല്ലൊരു ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ആക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഈ അവലെന്ന് പറയുന്ന അയൺ കണ്ടന്റ് ധാരാളം ഉള്ള ഒരു സംഭവമാണ്. ഞാൻ റെഡ് അവലാണ് എടുത്തേക്കുന്നത്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. 4 മണിക്ക് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ പായസത്തിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ അല്ല 4 പാക്കറ്റ് 2 ലിറ്റർ പാല്. ആദ്യം പാല് കാച്ചണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പാല് ചൂടാക്കാനായിട്ട് ഒരു വലിയ ഉരുളി പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ പായസം ഉണ്ടാക്കുന്ന ഒരു ഓടിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾ പായസം ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ എടുക്കുന്നത്
സാബുദാനയില്ലേ ചൗരി അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം 2 ലിറ്ററിന് വേണ്ടിയിട്ടാണ് 1 ലിറ്ററാണ് എടുക്കുന്നത്. ഞാൻ എല്ലാം ഇപ്പം നിങ്ങൾ 1 ലിറ്റർ വെച്ചിട്ടാണ് ഓണത്തിന് ഉണ്ടാക്കുന്നതിൽ എല്ലാം ക്വാണ്ടിറ്റി ഹാഫ് ആക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇലയിലാണ് പായസം വിളമ്പുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ ക്വാണ്ടിറ്റി ഈ ചവരിയുടെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂട്ടാം കേട്ടോ. ഞാനിതിൻ്റെ ഡാൻസ് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാനായിട്ട് കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കിയത് ഗ്ലാസ്സിലെടുത്ത് കുടിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചാൽ കുടിക്കണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുക്കി എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ ഇതിൻ്റെ ചവരിയുടെ ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പം വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തിളച്ച വെള്ളത്തിലോട്ട് നന്നായിട്ട് കഴുകി വെച്ച് ചൗരി വേവിക്കാൻ വെക്കുകയാണ്. അപ്പം പാല് ചൂടാക്കാൻ വെച്ച സെയിം ടൈമിൽ തന്നെ ചൂടായ വെള്ളത്തിലോട്ട് ചൗരി വേവിക്കാൻ വെച്ചു. അപ്പം ചൗരി ഏകദേശം ഒരു അരമണിക്കൂറോളം വേകണം. നല്ല വേവ് വേണം. ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നല്ലപോലെ കഴുകി എടുത്തിട്ട് ഡയറക്റ്റ് ചൂടുവെള്ളത്തിലിട്ട് വേവിക്കുകയാണ്. പച്ചവെള്ളത്തിലോട്ട് ഡയറക്റ്റ് ഇടരുത് കേട്ടോ, അതങ്ങ് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ചൂടുവെള്ളം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ചൂടുവെള്ളത്തിലോട്ടേ ചൗരി ഇടാവുള്ളൂ കേട്ടോ. സമയത്ത് മുരളിയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വന്നു. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞാൻ രാവിലെ ഇങ്ങനെ നിന്നാണ് എൻ്റെ കോൺവെർസേഷനൊക്കെ. മുരളിയുടെ അപ്പുറത്ത് രാവിലെ കാപ്പി കുടിക്കാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ നിന്നാണ് സംസാരിക്കുന്നത്. മുരളിയുടെ വെള്ളവും മരുന്നും ഒക്കെ എടുത്തു കൊടുക്കുകയും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പൈനാപ്പിള് ഒന്ന് സോട്ട് ചെയ്യാണ്. പൈനാപ്പിൾ ഞാൻ ആദ്യം പാത്രത്തിലോട്ട് ഇട്ടത് ഇത് കുറച്ച് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെക്കോർഡാൻ പറ്റുള്ളൂ. ജസ്റ്റ് പാത്രത്തിലോട്ട് ഇട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇനിയും ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടണം ഈ പൈനാപ്പിളിൻ്റെ കൂടെ. അപ്പം പൈനാപ്പിൾ എപ്പോഴും ഇങ്ങനെ സോട്ട് ചെയ്യാൻ എടുക്കുമ്പം നോൺ സ്റ്റിക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. ഇത് അലുമിനിയത്തിലോ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രത്തിലോ ഒന്നും പൈനാപ്പിൾ കുക്ക് ചെയ്യരുത്. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു സ്റ്റീൽ പാത്രമാണ്. അതിൻ്റെ കൂടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് പൈനാപ്പിൾ ഒന്ന് കാരമലൈസ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം പൈനാപ്പിൾ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ബ്രൗൺ ആവും. ഇനിയും പാലിലോട്ടും 1 കപ്പ് പഞ്ചസാര ഇട്ടു. അപ്പം 2 ലിറ്റർ പാലിലോട്ടാണ് 1 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിക്കും കേട്ടോ. അപ്പോഴത്തേക്കും പാലും ഇതും കൂടെ രണ്ടും ഒരേ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇതും കൂടെ പൈനാപ്പിൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അത് കാരമലൈസ്ഡ് ആവുന്നത് വരെ. അപ്പം പാല് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൗരി നന്നായിട്ട് ഇങ്ങനെ വെന്ത് വീർത്ത് വരും. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വീർത്ത് വരും. അത് കഴിയുമ്പം നല്ല റണ്ണിങ് വാട്ടറിൽ അത് നന്നായിട്ട് ഒന്ന് കഴുകി സ്ട്രെയിൻ ചെയ്ത് എടുക്കണം. അതിനകത്തെ പശ ഒന്ന് പോകാനാണ്. അപ്പോൾ പൈപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് കുടിക്കുന്ന ഫിൽറ്റർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒന്ന് സ്ട്രെയിൻ ചെയ്തു. അത് നല്ല ക്ലീൻ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് നല്ല തിളച്ച പാലിലോട്ട് ഒഴിക്കണം, വെന്ത ചൗരി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പാലും പഞ്ചസാരയും മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്തോട്ട് ചേർക്കുന്നത് 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇപ്പോൾ എൻ്റെ 200 ഗ്രാമിൻ്റെ 2 ടിന്നാണ് ഞാൻ ചേർത്തത്. അല്ലെങ്കിൽ 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. അപ്പോഴത്തേക്കും പൈനാപ്പിളും ഇതേ കണ്ടോ നല്ല ബ്രൗൺ കളറായി, ഷുഗറും കാരമലൈസ്ഡായി വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ കരിഞ്ഞു പോരാ. നമ്മളെപ്പോഴും പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കത്തില്ല, അത് ഈ കരിഞ്ഞാൽ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരത്തില്ല. അതേപോലെ അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അത് മാത്രം ഈ പൈനാപ്പിളും ഷുഗറും കൂടെ കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പൈനാപ്പിൾ അല്ല, ഷുഗർ കരിഞ്ഞു പോകാതെ. സാധാരണ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത് പോലെ തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. കരിഞ്ഞു പോയാൽ ആ ടേസ്റ്റ് മാറിപ്പോവും. അത് മാത്രം നോട്ട് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് പാലും തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ. കാരണം ഇത് രണ്ടും തണുത്തിട്ട് പൈനാപ്പിളും പാലും കൂടെ മിക്സ് ആക്കാവും. അപ്പം പൈനാപ്പിൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അതത്രേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ കാഷ്യൂം കിസ്മിസ് ഒന്ന് വറുത്ത് മാറ്റി വെച്ചിരുന്നു. പിന്നെ പാലിലോട്ട് ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ട് തിളച്ച ഫ്ലെയിം ഓഫാക്കി പാലും ഓഫാക്കി കാഷ്യൂ കിസ്മിസ് വറുത്തത് ചേർത്തു. ഇത്രയേ ഉള്ളൂ. ഇനി പാല് നന്നായിട്ട് തണുക്കാൻ. പാല് തണുക്കാനാണ് കൂടുതൽ ടൈം എടുക്കുക. ഈ ഓട് പാത്രമായതുകൊണ്ട് ഒത്തിരി സമയം എടുക്കും തണുക്കാനായിട്ട്. പൈനാപ്പിൾ വേഗം തണുത്ത് വരും. ഞാനെന്നിട്ട് ഫാനൊക്കെ ഇട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം സമയമുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇത് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകേണ്ടി കാരണം കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ 1 ലിറ്ററൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. എനിക്ക് രാവിലെ ഒരു കൊറിയർ കിട്ടി. തലേദിവസമേ ഇത് വന്നതാണ്. അപ്പോൾ മുരളിയേട്ടനാണ് രാവിലെ ഇത് എടുത്ത് തന്നത്. ഇത് മുരളിയേട്ടൻ്റെ പേരിലാണ് വന്നത്. അപ്പോൾ ഞാനിത് തുറന്നിട്ടില്ലായിരുന്നു. മുരളിയേട്ടൻ ഇത് എനിക്ക് സിറിയ അയച്ചതാണ്. മുരളിയേട്ടൻ്റെ പേരിൽ ആണ് അയച്ചിരുന്നത്. മുരളിയേട്ടനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് സിറിയ ഗിഫ്റ്റായിട്ട് അയച്ചിരുന്നതാണ്. ബർത്ത്ഡേ കഴിഞ്ഞ സിറിയ അപ്പം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അയച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ ചിങ്ങം ഒന്നായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി, സിറിയയുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പം സിറിയയ്ക്ക് ഞാൻ താങ്ക് യു ഒക്കെ അയച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെടും. ഒരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഇതിനെ സ്റ്റിച്ച് ചെയ്യിച്ചിട്ട് എപ്പോഴേലും ഇട്ട് കാണിക്കാം. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ, കൊച്ചു പിള്ളേരെ പോലെ ആവുമല്ലോ ആരായാലും ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്കും. അങ്ങനെ അതൊക്കെ നോക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേക്കും എൻ്റെ പാല് ഞാൻ ഫാനൊക്കെ ഇട്ട് തണുപ്പിച്ച്, എനിക്ക് പാത്രം മാറ്റായിരുന്നു, വയ്യായിരുന്നു, മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗം തണുത്തേനെ. തണുത്തിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാവും കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്ന് വെച്ചാൽ പാലും പൈനാപ്പിളും കൂടെ അല്ലേ. പൈനാപ്പിൾ ഇങ്ങനെ കാരമലൈസ് ചെയ്തുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല, എന്നാലും സേഫർ സൈഡ്, നമ്മൾ ഇത്രയും മെനക്കെട്ട് ഉണ്ടാക്കിയതല്ലേ, സേഫായിട്ടിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ്, അല്ലാതെ വലിയ പ്രോബ്ലം ഒന്നും വരില്ല. എപ്പോഴും ഈ പൈനാപ്പിൾ വെച്ചിട്ട് എല്ലാവരും ശർക്കര പായസമല്ലേ ഉണ്ടാക്കുന്നത്, ഇതൊരു ഡിഫറെൻറ്റ് പായസം, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ പശുവും പാൽ വെച്ചിട്ട് പൈനാപ്പിൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പം ഓണത്തിന് നിന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അവിടെ കൊണ്ടുപോയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒത്തിരി പേര് കുടിച്ചു. ഡാൻസ് ക്ലാസ്സിലുള്ള എൻ്റെ കൂടെ കളിക്കുന്നവരും, ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഫ്ലാറ്റ് കോംപ്ലക്സ് മെഗാ തിരുവാതിര പ്ലാസ്, അപ്പം ഒരുപാട് പേര് അത് കഴിഞ്ഞ് പ്രാക്ടീസിന് വന്നവരൊക്കെ കുടിച്ചിട്ട് എല്ലാവർക്കും, നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പായസം ഭയങ്കര ഹിറ്റായി. അങ്ങനെ ഞാൻ എന്നിട്ട് ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന മുമ്പ് പൂജാമുറിയിൽ കൊണ്ടുവച്ചു. രാവിലെ ഞാൻ അവൽ വിളയിച്ചതും പൂജാമുറിയിൽ വെച്ചായിരുന്നു കേട്ടോ, വിളക്ക് കത്തിച്ചിട്ട്. അപ്പം അത് നമ്മൾ അവിടെയല്ലേ വെക്കുന്നത്, 1-ാം തീയതി ആയിക്കൊണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷമായി. എല്ലാം ഇതൊക്കെ ഉണ്ടാക്കി ഇത്രയും പേർക്ക് കൊണ്ടു കൊടുക്കാനും പറ്റിയതിൽ ഒരു സന്തോഷം. അങ്ങനെ ഞാൻ കൊണ്ടുപോകാനായിട്ടെല്ലാം പാക്ക് ചെയ്തു. എനിക്ക് 11 മണിക്കാണ് ഡാൻസ് ക്ലാസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചിങ്ങം 1 സ്പെഷ്യൽ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് 2 ഓണം റെസിപ്പീസ് കാണിച്ചു തന്നത്, അവൽ വിളയിച്ചത് സിമ്പിൾ റെസിപ്പിയാണ്, എന്നാലും പായസം കാണിച്ചു തന്നതിൽ സന്തോഷം. ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നമുക്ക് കാണാം. ബൈ.